വോട്ടെടുപ്പിന് പിന്നാലെ കണ്ണൂർ വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ. പയ്യന്നൂരിൽ UDF പിന്തുണയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നയാളുടെ കാറ് കത്തിച്ചു. മയ്യലിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് CPM അടിച്ചു തകർത്തുവെന്നാണ് ആരോപണം. വിനിത VG കണ്ണൂർ മയ്യലിൽ തത്സരം ചേരുന്നു. വിനിത, ഒരു തുടർ സംഘർഷം ഉണ്ടാവാത്ത പോലെ പോലീസ് ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടോ? ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട ഓഫീസിലേക്ക് നേതാക്കളൊക്കെ എത്തിച്ചേരുന്നുണ്ടോ വിനീത? ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആക്രമിക്കപ്പെട്ട ഓഫീസിൽ തന്നെയാണ്. മയ്യിലെ മണ്ഡലം കമ്മിറ്റി, കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണുള്ളത്. നമ്മൾ അതിനകത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇത്തരത്തിലേക്ക് ഷട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഓഫീസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ അടച്ചിട്ടിരിക്കുന്ന ഓഫീസ് അത് തല്ലി തുറന്നാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ പൂർണ്ണമായും തകർത്തിട്ടിരിക്കുന്ന ഒരു നിലയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെയുള്ള കസേരകൾ, ഒപ്പം തന്നെ ഈ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന സാമഗ്രികൾ ഇങ്ങനെ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. നേതാക്കളൊക്കെ ഇപ്പോൾ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയോടോ ഇന്നലെ രാത്രിയോടു കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഈ ബാത്റൂം, ഒപ്പം തന്നെ കസേരകൾ, മൈക്ക് സെറ്റുകൾ, ഇങ്ങനെ ഓഫീസിലുണ്ടായിരുന്ന സകലമാന സാധനങ്ങളും തല്ലി തകർത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. നേതാക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവർ CPM ആണ് ആക്രമണത്തിന് പിന്നിൽ നിന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത്. പല മേഖലകളിലും ഇന്നലെ സമാനമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത് എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത്. ഏകദേശം 10 മണി ആയി കാണുന്നതാണ് വിശ്വസിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇതിന്റെ പൂർണ്ണമായ ചിത്രം നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു, പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി നടപടി പോലീസ് എടുക്കുമെന്ന് വിചാരിക്കാം. വലിയ നാശനഷ്ടങ്ങളുണ്ട്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള TV ഉൾപ്പെടെയുള്ളത്, നൂറുകണക്കിന് കസേരകൾ, ഫർണിച്ചറുകൾ, അത് ക്ലോസറ്റ്, മനുഷ്യന് ഏറ്റവും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ആ ക്ലോസറ്റ് ഉപയോഗശൂന്യമായ രൂപത്തിലേക്ക് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നിങ്ങളിത് എപ്പോഴാണ് അറിയുന്നത്? രാവിലെയാണ് അറിയുന്നത്. രാവിലെ വന്നപ്പോഴാണ് വിളിച്ചു പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. വന്ന് നോക്കുമ്പോൾ ഇവിടെ ഭീകരാവസ്ഥയാണ് കണ്ടത്. ആരെ വിളിച്ചു പറഞ്ഞു? ഇവിടെയുള്ള പ്രവർത്തകർ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുകയാണ്. അക്രമത്തിന് പിന്നെ CPM എന്നെ പരാതി കൊടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.